ഹലോ, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കും വന്ന് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് മറ്റൊരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ നടുവശം ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ആദ്യത്തെ അളവെടുക്കാൻ പോണേ. ആദ്യം നമ്മൾക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ യോക്കിൻ്റെ ലെങ്ത്താണ് എടുക്കാൻ പോണേ. അപ്പോൾ ഇതുപോലെ തന്നെ മേലെ പിടിച്ചിട്ട് അത് എത്രയാണ് ലെങ്ത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് ആഡ് ചെയ്യാൻ പോണത്. അങ്ങനെ 15 യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഒരു സ്കെയില് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ എടുക്കാൻ പോവാണ്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് അത് 5 എടുക്കാൻ പോകണം. ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്തും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നിലത്ത് വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ടൈലിൻ്റെ ആ ലൈൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 2ഉം ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചും കൂടെയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ റൗണ്ട് എടുക്കുന്നത്. അത് ഏകദേശം നല്ല വലിച്ച് പിടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം നല്ല പോലെ വലിച്ച് പിടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 17.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യണം. ഏകദേശം ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇനി അതിൻ്റെ യോക്കിൻ്റെ എൻ പോർഷൻ്റെ ലെങ്ത്തും കൂടെ വേണം, ആ റൗണ്ടും കൂടെ വേണം. അതെനിക്ക് കിട്ടിയിട്ടുള്ളത് 15 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ എക്സ്ട്രാ നമുക്ക് വേണ്ട സീം അലവൻസ് 2 ഇഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം കൂടെ അളന്നെടുക്കേണ്ടതുണ്ട്. അത് ഇതുപോലെ തന്നെ കറക്റ്റ് പിടിച്ചിട്ട് അത് അളന്നെടുത്തിട്ടുണ്ട്. എനിക്കത് 30 കിട്ടിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇനി പേപ്പറിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്ലോത്തിൽ അത് സെയിം വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ്ങിലോ മെയിൻ ക്ലോത്തിലോ വേണമെങ്കിൽ കറക്റ്റ് അളന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. എനിക്കിതാണ് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാൻ പേപ്പറിൽ അതൊന്ന് കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ മാക്സിമം എപ്പോഴും സീം അലവൻസ് ഒരു 2 ഇഞ്ച് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 എടുക്കാം. നെക്ക് ഞാൻ നെറ്റ് വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസിൽ ഇതുപോലെ അതിൻ്റെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതോടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വന്നിട്ടുള്ളത് ഇതാണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സ്വീക്വൻസ് വെച്ചിട്ടുള്ള ആ ഒരു നെറ്റ് നമ്മൾ ബോഡി പാർട്ടിൽ കൊടുക്കാൻ പോണേ. നമ്മളുടെ പേപ്പർ കട്ട് ചെയ്തില്ല, അത് വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അംബർല കട്ടാണ് നമ്മൾ അതിൻ്റെ ലൈനിങ്ങിന് കൊടുക്കാൻ പോണത്. അതുകൂടെ വരച്ച് കട്ട് ചെയ്യാൻ പോവാണ്. അതും കൂടെ ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് ഞാനൊരു സ്ക്വയർ പീസിലാണ് അയൺ ചെയ്തിട്ടുള്ളത്. അത് നേരെ നമ്മളുടെ ലൈനിങ്ങിലേക്ക് കൊടുത്തിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് എനിക്ക് ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെയാണ് ഞാൻ നെറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നൊക്കെ സെക്യൂർ ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യണത്. ബാക്ക് പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സിബ് കൂടെ എക്സ്ട്രാ വെച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി നമ്മൾക്ക് 2 സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഞാനൊരു 10.5 ഇഞ്ചിലാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ നെറ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ലൈനിങ്ങിന് വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒരു കുത്തണ ടൈപ്പാണ്, സ്വീക്വൻസ് ആയതുകൊണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് ലൈനിങ് അംബർല കട്ടിലും പിന്നെ നമ്മളുടെ നെറ്റ് ഞൊറിവ് വെച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക 2 സൈഡും കൂടെ. അതും കൂടെ കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ടൈ കെട്ടാൻ വേണ്ടിയിട്ട് ടൈ കൂടെ ചെയ്ത് കൊടുക്കുക. ഞാൻ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എക്സ്ട്രാ പീസ് കുറച്ച് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളുടെ മോൾക്കും കൂടെ ഒരു ചെറിയൊരു കുഞ്ഞുടുപ്പും കൂടെ തയ്ക്കണുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ മദർ ആൻഡ് ഡോട്ടർ കോംബോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യേ.